നമ്മുടെ സുരേഷ് ഗോപി ഏട്ടന് സിനിമയിൽ അഭിനയിച്ചും ഉദ്ഘാടനം ചെയ്തും കാശ് വാങ്ങാൻ പറ്റില്ല എന്ന് അത് പറഞ്ഞത് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ നമ്മുടെ PDT ആചാര്യ സാർ എന്ന മലയാളിയായ അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാപരമായി ഒരു മന്ത്രിയായി ചുമതലയേറ്റെടുത്ത് അതിൻ്റെ ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ കൈപ്പറ്റുന്നത് ആ ഉത്തരവാദിത്വം ജോലി എന്നോണം നിർവഹിക്കാനാണ്. കൂട്ടത്തിൽ വേറൊരു അഭിനയ വരുമാനവും ഉദ്ഘാടന വരുമാനവും ചട്ടലംഘനമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ തൃശ്ശൂർ MP സുരേഷ് ഗോപി ഏട്ടൻ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞെങ്കിലും ജയിക്കുന്നതിന് മുമ്പുമൊക്കെ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സംഗതി, അദ്ദേഹം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് വിജയിച്ചു കഴിഞ്ഞ് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇനിയും ഈ മണ്ഡലത്തിൽ വരുമെന്നും ചില സന്ദർഭങ്ങളിൽ വരുന്നത് സിനിമാ നടനായിട്ടാണെന്നും സിനിമയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും സിനിമ എൻ്റെ ശ്വാസമാണെന്നും സിനിമയും ഞാനും തമ്മിലുള്ള ബന്ധം നാഭീനാള ബന്ധമാണെന്നും ഒക്കെ പറഞ്ഞ് വികാരഭരിതനായി സംസാരിക്കേണ്ടായി. സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നും എത്ര സിനിമയുണ്ട് എന്ന് അമിത്ഷാ ചോദിച്ചപ്പോൾ 12 സിനിമ എന്ന് പറഞ്ഞപ്പോൾ ആ പേപ്പർ എടുത്ത് ഏറു കൊടുത്തു എന്നും ഒക്കെ പറഞ്ഞ് അനുയായികൾ ആഹ്ലാദിച്ച് ചിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. അത് നമ്മുടെ PDT ആചാര്യ സാറ് പറഞ്ഞതാണ്. ഈ പാർലമെൻറ്റിൻ്റെ സഭയിൽ ചില റൂൾസ് ഓഫ് ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഭരണഘടനാ സ്ഥാപനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്താൽ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ഈ വകുപ്പ് നടത്തുകയും ജനങ്ങളെ സേവിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യലുമാണ്. അതിൻ്റെ കൂടെ മറ്റൊരു വരുമാനമോ ഉപഹാരമോ സ്വീകരിക്കാൻ പാടില്ല നിയമപ്രകാരം. രഹസ്യമായിട്ടൊക്കെ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല, അപ്പോൾ ചിലപ്പോൾ ED CBI ഒക്കെ വരും എന്നുള്ള പ്രശ്നമുണ്ടാവും. അല്ലാതെ തുക വാങ്ങിച്ചുകൊണ്ട് അഭിനയിക്കുക സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്ന കീഴ്വഴക്കവുമില്ല. അതുകൊണ്ട് നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ്റെ ആ ആഗ്രഹം എങ്ങനെ പൂർത്തീകരിക്കുമെന്നറിയാൻ കാത്തിരിക്കണം. പ്രധാനമന്ത്രിക്ക് ഇതിൽ ഇളവ് നേരിട്ട് വരുത്താം. പക്ഷേ അങ്ങനെ വരുത്തുമ്പോൾ ആ മന്ത്രിക്ക് മാത്രമല്ല ഒരുപാട് മന്ത്രിമാർക്കും മറ്റുള്ളവർക്കുമൊക്കെ ഇതേ ആനുകൂല്യങ്ങളും ഇളവുകളുമൊക്കെ നൽകേണ്ടി വരും. അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഇങ്ങനെയുള്ള ഒത്തിരി നിയമപ്രശ്നങ്ങൾ അതിലുണ്ട് എന്നാണ് ആചാര്യ സാറിൻ്റെ വാദം.